പുതിയ വന നിയമത്തിന്റെ പേരിൽ ഭരണമുന്നണിയിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ കാണാതെ പോകരുത്. പുതിയ വന നിയമ നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. ജനാധിപത്യത്തിൽ നിന്നും മൃഗാധിപത്യത്തിലേക്കുള്ള കാൽവെപ്പാണ് വനമന്ത്രി ഉദ്ദേശിക്കുന്നതെന്നാണ് പാർട്ടിക്കാർ പറയുന്നത്. ചില വിദേശ ഏജൻസികളുടെ ബ്ലാക്ക് ഫണ്ട് അത് സ്വീകരിച്ച് കർഷക തൊഴിലാളികളെയും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഭീകരത സൃഷ്ടിച്ച് വനസംരക്ഷണത്തിന് ഇറങ്ങി പുറപ്പെടുന്ന വനപാലകരെ സംരക്ഷിക്കുവാൻ വനമന്ത്രി തുനിഞ്ഞിറങ്ങുന്നത് ജനാധിപത്യത്തിലെ നെറികെട്ട പണിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നാണ് കർഷകർ പരിഹസിക്കുന്നത്. ജനം വനത്തിൽ അതിക്രമിച്ചു കയറിയാൽ വനപാലകർ നടപടിയെടുക്കുന്നത് പോലെ തന്നെ അവരുടെ നിയന്ത്രണത്തിലുള്ള വനത്തിൽ നിന്നും പുറത്തിറങ്ങി ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന മൃഗങ്ങളെ ഒതുക്കുവാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകണം. ഇതിന് കേന്ദ്ര വന നിയമം മാറ്റി എഴുതണം. ഇവിടെയാണ് ജോസ് കെ മാണി പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി. ജനങ്ങൾക്കെതിരെയല്ല, മറിച്ച് കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾക്കെതിരെയാണ് നിയമനിർമ്മാണം ആവശ്യമുള്ളത്. വന്യജീവികളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വനം ജീവനക്കാരെ പിരിച്ചുവിടണം. സർവീസിൽ അവരെ വച്ചേക്കരുത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് കാർഷിക മേഖലയെ തവിട് പൊടിയാക്കാൻ കൂട്ടുനിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കാനാണ് നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത. ശരാശരി 11 കിലോമീറ്റർ മാത്രം വീതിയുള്ള കേരളത്തിലെ തീരദേശ പരിപാലന നിയമം, പശ്ചിമഘട്ട പരിസ്ഥിതി ലോല നിയമവും പോരാഞ്ഞിട്ട് പുതിയ വനഭേദഗതി കൂടി വന്നാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എവിടെ പോയി സ്വൈരമായി താമസിക്കുമെന്നും കൂടി വനം വകുപ്പ് മന്ത്രി വെളിപ്പെടുത്തണം. നാട്ടുപന്നിയെ കൊന്ന് തിന്നാമെങ്കിൽ കുറെ കൂടി രുചിയുള്ള പുരയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെയും കൊന്നു തിന്നാം. കാട്ടുപന്നിക്കും നാട്ടുപന്നിക്കും രണ്ട് നീതി എന്ന് പറയുന്നത് ശരിയല്ല. പന്നി ഏതായാലും പന്നി തന്നെയാണ്, അത് പശുവാകില്ല. ജനവാസ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറുന്ന മൃഗങ്ങളെ താരാട്ടുപാടി വളർത്തുവാൻ അവർ കർഷകരുടെ അമ്മയുടെ മക്കളൊന്നുമല്ല. ശത്രുവിനെ ശത്രുവായി കാണാനുള്ള മനസ്സ് കർഷകർക്കുണ്ട്. എന്നാൽ മൃഗങ്ങൾക്ക് വേണ്ടി കൈമടക്ക് നൽകുന്നവരുടെ പിറകെ വാലാട്ടി നടക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും വനമന്ത്രിയും വോട്ട് നൽകി അധികാരത്തിൽ എത്തിച്ചവരെയും മാസശമ്പളം തരുന്നവരെയും മറക്കരുത്. ആ ഒരു അഭ്യർത്ഥനയാണ് കർഷകർക്കുള്ളത്. കേവലം ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് പോലീസിന്റെ കയ്യിലുള്ള അധികാരം മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ താക്കീത് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഓരോ കർഷകന്റെയും അഭിപ്രായം. ആ വികാരമാണ് കേരള കോൺഗ്രസ് ഭരണമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നത്. മുന്നണിയിൽ നിൽക്കുന്നുവെങ്കിലും പൊതുജനത്തിന് വലയ്ക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്നാണ് കേരള കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഭരണത്തോടൊപ്പം സമരം എന്നുള്ളതല്ല, കൂടെയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അടിയന്തരാവസ്ഥ കാലത്തെ കരിനിയമങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പുതിയ നിയമനിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വനം വകുപ്പ് മന്ത്രി ഈ സർക്കാരിന് തന്നെ അപമാനമാണ്. മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഈ രീതിയിലാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ ആവശ്യമില്ല. ആദ്യം വനത്തിലുള്ള മൃഗങ്ങളെ നേരെ ചൊവ്വേ നോക്കാൻ പഠിക്കട്ടെ, അതിനുശേഷം ജനങ്ങളെ നന്നാക്കാനുള്ള പണി ആരംഭിക്കാം. മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ വനപാലകരുടെ മേൽ ശിക്ഷണ നടപടികൾ എടുക്കുമെന്ന നിയമ ഭേദഗതിയാണ് അടിയന്തരമായി വേണ്ടത്. അത് പറയാനുള്ള ധൈര്യവും തന്റെ ഇടവും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകണം. കേരള കോൺഗ്രസ് ഏത് മുന്നണിയിൽ നിന്നാലും വനംവകുപ്പിൽ മാറി മാറി വരുന്നവർ ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തി അതിന് മാറ്റം വരുത്തണം. പൊതുവെ ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ കൂടെയുള്ള മന്ത്രിമാർ കൈകടത്താറില്ല, സാധാരണ അങ്ങനെയാണ്. പക്ഷേ അതൊരു അവസരമായി എടുത്ത് ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിമാർ മുതിരരുത്. അത് ജനാധിപത്യത്തിന്റെ കണക്കിൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ തെക്ക് വടക്ക് ആകെയുള്ള ദൂരം 555 കിലോമീറ്റർ ആണ്. വനാതിർത്തി വെച്ച് നോക്കിയാൽ 600 കിലോമീറ്റർ മുതൽ 650 കിലോമീറ്റർ ദൂരം വരാം. കിലോമീറ്റർ 10 കോടി രൂപ വെച്ച് ചെലവ് വന്നാൽ പോലും 6000 മുതൽ 6500 കോടി രൂപ വരെ ചെലവ് ചെയ്താൽ ശാശ്വതമായി പരിഹരിക്കാവുന്ന വിഷയമാണ് കർഷകന്റെ ഭൂമി ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്ത് വനത്തിന്റെ വകയാക്കി മാറ്റുവാനുള്ള വിദേശ ഫണ്ടിങ് ഏജൻസികളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി വണങ്ങി നിൽക്കുന്നവർ ചെയ്യുന്നത്. ആരോ എഴുതി കൊടുക്കുന്നത് എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന മന്ത്രിമാരാണ് 90% പേരും. അതാണ് ഈ നാടിന്റെ ശാപം. ഇതുപോലെയുള്ള വന നിയമങ്ങൾക്കും ക്രമാതീതമായ വൈദ്യുതി ചാർജ് നിരക്ക് വർധനയ്ക്കും അസാധാരണമായി ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് വർധനവും ഒക്കെ ഇതിന്റെ അനന്തരഫലങ്ങളാണ്. ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ മൂലം ജനങ്ങൾ മുന്നണി ഭരണത്തെ തന്നെ വെറുക്കും. തലയിൽ കൈവച്ച് പ്രാകും. തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ജനശാപം ദയവേത് ഏറ്റുവാങ്ങരുത്. ഭരണാധികാരികൾ മണ്ണുണ്ണികളാകരുത്. ഇതേ പറയാനുള്ളൂ.